അതിനുശേഷം ഹാരിയും ടൈമുന്റെ അപ്പൂപ്പനോട് സോറി പറഞ്ഞ് ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ സംഭവിച്ചത് ഇവളുടെ ടീം ലീഡറും അങ്ങേരും കാരണം. അതുകൊണ്ട് അവരാണ് അടുത്തിരുന്നോണ്ട് എന്തായാലും ചെയർമാൻ എന്തിനാ അവിടെയൊക്കെ കൊന്നെ എന്നിട്ട് അവർ രണ്ടുപേരും പറയുമ്പോ തന്നെ കൂടെ ജോലി ചെയ്യുന്ന മറ്റേ പെങ്കൊച്ചും ഇവർ രണ്ടുപേരും എപ്പോഴാ സെറ്റായും ചോദിക്കും. അപ്പോഴാണ് അവർ ആ ഫ്ലാഷ് ബാക്ക് അറിയുന്നത്. രണ്ടുപേരും കൂടെ പുറത്ത് ഡ്രിങ്ക് ചെയ്യാൻ പോയപ്പോ ടീം ലീഡർ അമ്മയും ഡേറ്റിന് പോകാൻ വേണ്ടി ഫോഴ്സ് ചെയ്താണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിരുന്നിട്ട് അങ്ങേരും ഞാൻ കൂടെ ഉള്ളപ്പോ നീ വേറെ ഡേറ്റിന് പോകാൻ പോന്നോ എന്നിട്ട് അങ്ങേര് ചോദിക്കുമ്പോ തന്നെ ടീം ലീഡർ ഷോക്കായി. ഇവര് ഡേറ്റിന് പോയില്ലെങ്കിൽ ഇയാൾക്ക് എന്തോന്ന് ചോദിക്കും. അപ്പോഴാണ് അങ്ങേരും നിനക്കറിയോ ഇതുവരെ ഞാൻ ചിക്കൻ കഴിക്കാത്ത എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ടല്ല, നിനക്കത് ഇഷ്ടപ്പെട്ടോണ്ട. പക്ഷെ നീ എന്നെ ചതിച്ചിട്ട് വേറെ ഡേറ്റിന് പോകാൻ പ്ലാൻ ചെയ്യുന്നു. അവിടെ നിനക്ക് എന്നെ ഇഷ്ടമാണ്, നീ ഡേറ്റിന് പോകല് എന്നിന് അങ്ങേര് പറയുമ്പം ടീം ലീഡർ മൊത്തത്തിൽ വീണുപോയി. രണ്ടുപേരും കൂടെ റൊമാൻറ്റിക് ആയിട്ട് കിസ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ആ സെക്കൻഡ് മറ്റുള്ളവനെ തടഞ്ഞു നിർത്തിയിട്ട് സ്റ്റോപ്പ്, എനിക്ക് നിങ്ങളുടെ കിസ് കണ്ട, ഇതോടെ നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് നിർത്ത് എന്നിന് അവള് ഹാരിയും കൂടെ തടഞ്ഞു നിർത്തിയിട്ട് അവസാനം ഒരു സോറി ലെറ്റർ ഹാരി ഇങ്ങനെ അയച്ചു കൊടുക്കും. അങ്ങനെ അതിനുശേഷം അപ്പൂപ്പന്റെ ദേഷ്യം കുറയാത്തോണ്ട് ഇവിടെ ടീമുമാണ് ഒരു സോറി പറഞ്ഞ് ലെറ്റർ എഴുതിയില്ല അപ്പൂപ്പ, ഇനിയെങ്കിലും ഇത് വെറുതെ വിട്ടൂടെ എന്നിന് അവൻ പറയുമ്പോൾ ഇങ്ങേരും ദേഷ്യത്തിൽ അതങ്ങനെ വെറുതെ വിടും, ഞാൻ അവളെ കുറെ വഴക്കുറയാൻ വേണ്ടി കാത്തിരുന്ന എന്നിന് അങ്ങേര് ദേഷ്യത്തിരിക്കുന്നുണ്ട്. സെക്രട്ടറിയും ഇതൊരു ചെറിയ മിസ്റ്റേക്ക് അല്ലേ, ഒന്ന് വെറുതെ വിടാൻ പറയും. പക്ഷെ അങ്ങേരും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവളെന്നെ കുറെ വെറുപ്പിച്ച്, എനിക്ക് അവളൊട്ട് ഇഷ്ടമല്ല എന്നിന് ഇങ്ങനെ പറയുമ്പോൾ കങ് ടീം ദേഷ്യത്തെ അവിടെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ജോലി കഴിഞ്ഞിട്ട് ഹാരിയുടെ ടീം ലീഡർ എല്ലാവരും കൂടെ ഇവളുടെ സങ്കടം മാറ്റാൻ വേണ്ടി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറയുമ്പം അവള് ടീമിന്റെ കൂടെ ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവള് വരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്ന ടൈം വരുന്നത്. അങ്ങനെ അവനും ഇവരൊക്കെ ഒരുമിച്ച് പുറത്ത് കഴിക്കാൻ പോകണം ചോദിക്കുമ്പോൾ അടുത്ത സെക്കൻഡ് തന്നെ അവനും ഇവരുടെ കൂടെ കഴിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇവനുള്ളതുകൊണ്ട് എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ഹാരിയാണ് മെസ്സേജ് അയച്ച് ഇവനുള്ളത് ആർക്കും കംഫർട്ടബിൾ ആയില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് പറയും. അപ്പോഴാണ് അവനത് കണ്ടിട്ട് അവൻ ഇവിടെ ഉള്ളത് ഇവർ കംഫർട്ടബിൾ അല്ലെന്ന് ചോദിക്കുമ്പം അവരൊക്കെ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞ് അവരും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഹാരിയും നിങ്ങൾ പേപ്പറോടാ ഫുഡ് കഴിക്കുന്നതെന്ന് മറ്റേ കൂടെ ജോലി ചെയ്യുന്ന അങ്ങേരോട് പറയുമ്പം അങ്ങേരാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അടുത്ത് ബോസ് ഉള്ളതുകൊണ്ട് പേടിച്ചിരിക്കും. അപ്പോഴാണ് മറ്റേ പെങ്കൊച്ചാണ് ധൈര്യത്തി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഡ്രിങ്ക്സ് ചെയ്തല്ലോന്ന് പറഞ്ഞ് അവളിങ്ങനെ ചോദിക്കുമ്പം ബാക്കിയുള്ളവരൊക്കെ ഇവൾ എന്തോ കാണിക്കുമെന്ന് പറഞ്ഞ് നാണം കെടുത്തായിരിക്കാൻ പറയും. അപ്പോഴാണ് ടീമും എങ്കിൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് പറയുമ്പം ഇവല്ല നാണക്കേട് അപ്പത്തന്നെ വിട്ടിട്ട് അപ്പത്തന്നെ ഇവരുടെ പാർട്ടി സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം മിസ്റ്റർ ബിന്നും കുറെ സ്കിൽസ് ഒക്കെ കാണിച്ച് ഇവർക്കൊക്കെ ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കണ്ട് ഇവരെല്ലാം കൂടെ ഞെട്ടിപ്പോകും. ഇതേസമയം യങ്സയുടെ കസിനാണ് വീണ്ടും അവളെ കാണാൻ ചെന്നിട്ട് ഇവള് പറഞ്ഞിട്ട് സോറി വയ്ക്കാൻ പോയി. ഇപ്പൊ മൊത്തത്തിൽ അവൾക്ക് സീനായി പറയും. അതേസമയം ഇവിടെ യങ്സ് സേഹുവിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്, അതുകൊണ്ട് ഇവളുടെ കരച്ചിലേക്കാൻ അവൾക്ക് സമയമില്ല. ഇതേസമയം അവൻ യങ്സയെ വിളിച്ചത് ഇവൻ അമ്മയായിട്ട് കാണുന്ന ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാ. കാരണം ഇവന്റെ അച്ഛനമ്മ കൊച്ചിലെ മരിച്ചുപോയി, അതുകൊണ്ട് ഇവരെയാണ് പണ്ടോട്ടെ അമ്മയായിട്ട് കണ്ടിരുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ഇപ്പൊ യങ്സയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവരൊരു സെക്കൻഡ് വാഷ്റൂം പോയിട്ട് വരാൻ പറയും. അങ്ങനെ അതേസമയം യങ്സ് അവിടേക്ക് വന്നിട്ട് ഇവള് വെയിറ്റ് ചെയ്യിപ്പിച്ചിന് സോറി പറഞ്ഞ് അവൾ ഒരാളും കൂടെ വിളിച്ചോണ്ട് വന്നേക്കോന്ന് പറയും. അപ്പോഴാണ് അവൻ ആരാന്ന് നോക്കുമ്പോൾ ഇവളെ കസിനാണ് സോറി പറഞ്ഞ് ഇവൾ ഒറ്റയ്ക്കാകാൻ പേടിച്ച് ഇന്ന് കൂട്ടിന് വന്നേന്ന് പറഞ്ഞ് അവള് സോറി പറഞ്ഞ് നോക്കുമ്പോൾ ഇവനെ കണ്ട് അവളാണ് ഷോക്കായി വാട്ട് ദ ഹെക്ക് എന്ന് പറഞ്ഞ് അവളങ്ങ് ഞെട്ടിപ്പോകും. അതേസമയം യങ്സയാണ് ഇവൾ എന്തിനാ ഷോക്കായും ചോദിക്കുമ്പോൾ കസിന് മനസ്സിലാവും അപ്പൊ ഇവള് സ്നേഹിക്കുന്ന പയ്യന യങ്സയുടെ ബോയ് ഫ്രണ്ട് എന്ന്. അതിന്റെ അടുത്ത സെക്കൻഡ് അവനെ അടിച്ച് പൊട്ടിച്ച് ഇവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു എന്നിന് ഇവള് വഴക്ക് പറയുമ്പോൾ അവനാണ് ഗേൾ ഫ്രണ്ടോട് നിന്നോട് പറഞ്ഞില്ലേ എന്നിന് അവർ സംസാരിക്കുമ്പോൾ തന്നെ യങ്സയാണ് ദേഷ്യത്തെ അവിടെ നിന്ന് പോകും. അങ്ങനെ ആ സമയത്താണ് അവന്റെ അമ്മ അവിടേക്ക് വരുന്നത്. അതിനുശേഷം അവനും കുറച്ച് സമയം അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവ യങ്സയുടെ പുറകെ ഓടിച്ചില്ലും. അപ്പോഴാണ് അവൻ ഇവളോട് അപ്പൊ ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്ന ടേമോ അല്ലായിരുന്നു ഇവളല്ലേന്ന് പറഞ്ഞ് അവള് കണ്ടെത്തുമ്പം അവന് കാര്യമല്ലേ ഇവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തരാന്ന് പറഞ്ഞ് ഇവൻ പറയുന്നെന്ന് കേൾക്കാൻ പറയും. അങ്ങനെ ടേമൊക്കെ ഇവൻ ഡേറ്റിന് പോയതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോൾ തന്നെ യങ്സയും അങ്ങനെ നീ പോയപ്പോ അവൾക്ക് നീ ഇഷ്ടപ്പെട്ട് അതിനുശേഷം നിങ്ങൾത്തെ ഇങ്ങനെയൊക്കെ പ്രശ്നമായി അതല്ലേ പറയാൻ വരുന്നത് എന്നിന് ഇവൾ പറയുമ്പോൾ തന്നെ അവൻ അതാന്ന് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയും. പക്ഷെ ഇവളാണ് ഭയങ്കര ദേഷ്യത്തി നീ സത്യം പറഞ്ഞ ആ ഡേറ്റിന് പോകണ്ടായിരുന്നു, നീ എന്റെ ബോയ് ഫ്രണ്ട് തന്നെ അല്ലേ, എങ്കിൽ പിന്നെ ആദ്യമേ നീ എന്നോട് ഈ സത്യം പറയണായിരുന്നു എന്നിന് അവള് പറയുമ്പോൾ തന്നെ അവനും തെറ്റവന്റെ പ്രശ്നം ഇങ്ങനെയൊക്കെ പോകുന്നു അവന് വിചാരിച്ചില്ലെന്ന് പറയും. ഇത് കേട്ട് അവളും ദേഷ്യത്തി ഇവളെക്കാലം അപ്പൊ വലുത് ആ ടീമിന്റെ വാക്കാണെന്നറിഞ്ഞ് അവൻ പറഞ്ഞു കേട്ട് ഇവൻ ഡേറ്റിന് പോയത് തന്നെ തെറ്റാന്നറിഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവൾ ഹാരിയും ടീമിനോട് ഇവന്റെ അപ്പൂപ്പ നല്ല ദേഷ്യത്തിലാണെന്ന് ചോദിക്കുമ്പോൾ അവനാണ് അതൊന്നും കുഴപ്പമില്ലെന്നറിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തന്നെ സമാധാനമാണെന്ന് പറയും. അപ്പോഴാണ് അവൾ കുറച്ച് വിഷമിച്ച് ഇവനോട് സ്നേഹം കാണിക്കുന്നവരൊക്കെ ഇവളോടും കൂടെ സ്നേഹം കാണിക്കാൻ അവൾ ആഗ്രഹിക്കുന്നെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് ടച്ചായി ഇപ്പൊ ഇവളെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണെന്ന് അവനിങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് പറയുമ്പോൾ തന്നെ അവളാണ് പേടിച്ചിട്ട് അയ്യോ നമ്മുടെ കൂടെ ചേരുന്നവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുക, എങ്കിൽ പിന്നെ നമുക്ക് പുറത്തോ എന്നാൽ അവൾ അപ്പം തന്നെ അവളെ രക്ഷപ്പെടും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ വീട്ടിൽ സംസാരിക്കുമ്പോഴാണ് ടൈമാണ് ആരും അറിയാതെ ഹാരിയുടെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റേ പെങ്കൊച്ചാണ് ടേബിളിന്റെ താഴെ കൂടി ഇത് കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും എന്തുവാ കൈകോർത്തിരിക്കുന്നത് എന്നിന് അവള് ചോദിച്ചോടനെ എല്ലാരും കൂടെ അങ്ങ് ഷോക്കായി പോകും. അതേസമയം ഹാരിയും എന്റെ കൈ രണ്ട് ഇവളാണല്ലേ എന്നിന് അവളിങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ വീണ്ടും മറ്റവള് കുനിഞ്ഞു നോക്കിയിട്ട് ഇപ്പൊ കാണാനില്ലല്ലോ എന്നിന് അവള് ബോധമില്ലാതെ
അത് പറയാന്ന് വിചാരിച്ച് അവരൊക്കെ ഈ സംസാരം മാറ്റാൻ വേണ്ടി ചുമ്മാ ഫോഴ്സ് ചെയ്ത് ചിരിച്ചോണ്ടിരിക്കും. അതിനേശ് ഇവരൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾക്ക് ഇപ്പോഴും സംശയം പോവാതെ ഇങ്ങനെയുണ്ട് സത്യത്തിൽ കൈ പിടിച്ചത് ഞാൻ കണ്ടായിരുന്നു എന്നിന് അവൾ പറയുമ്പോൾ തന്നെ ടീം ലീഡർ ബിന്നും കൂടെ അവൾ മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഇവൾ കുറച്ച് ഓവറായി പോയെന്ന് പറഞ്ഞ് അവളും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനേശ് ഇവിടെ ഹാരിയുടെ ജീവനാണ് മൊത്തത്തിൽ പോയി അവളിങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോൾ ടൈമാണ് അവരൊക്കെ പോയി നമുക്ക് രണ്ടുപേർക്ക് ഒരു വാൾക്കോയിലെന്ന് പറഞ്ഞ് ഇവളുടെ കൈ തരാൻ വേണ്ടി പറയും. അങ്ങനെ ആ സമയത്താണ് അവിടേക്ക് വരുന്ന ഇവന്റെ അപ്പൂപ്പനും ഇങ്ങനെ രണ്ടുപേരും എന്തോ കാണിക്കുന്നു പറഞ്ഞ് ഇവരെ കൺമുമ്പിൽ ഒന്ന് നിൽക്കും. അങ്ങനെ അതോടെ രണ്ടുപേരും കൂടെ പേടിച്ചിരിക്കുമ്പം അവന്റെ അപ്പൂപ്പനും ഈ രാത്രി സമയത്ത് രണ്ടുപേരും കൂടെ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് രണ്ടുപേർക്ക് എന്തോ പറയണമെന്നറിയാതെ ഞങ്ങൾ ചുമ്മാ വർക്കാരോട് ഡിസ്കസ് ചെയ്യാൻ വന്നേ എന്നിന്നെ ടൈം ഉത്തരം പറയാൻ നോക്കുമ്പം അപ്പൂപ്പനാണ് അത് നമ്മുടെ ഷിൻഹാരി പറയട്ടെ എന്ന് പറഞ്ഞ് അവളെ സംസാരിക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ടെൻഷനായി അതെങ്ങനെ ചുമ്മാ വന്നേന്ന് പറഞ്ഞ് ഇവൾ എന്തോ പറയണമെന്ന് അറിയാതിരിക്കുമ്പം കറക്റ്റ് അതേ സമയം തന്നെ ഇവളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ തിരിച്ച് അവിടേക്ക് വരും. കാരണം മറ്റവളുടെ ഫോണാണ് ഇവിടെ മിസ് ചെയ്തിട്ട് പോയി. അങ്ങനെ അതോടെ ഇവരെ കണ്ടിട്ട് ഹലോ ചെയർമാൻ എന്ന് പറഞ്ഞ് അവരൊക്കെ ഹലോ പറയും. അപ്പോഴാണ് മറ്റേ പെങ്കൊച്ചാണ് ബോധമില്ലാതെ ചെയർമാനും ഉണ്ടല്ലോ ഞങ്ങളില്ലാതെ സെക്കൻഡ് റൗണ്ട് അങ്ങ് ഫിറ്റ് ആകാൻ പോയതല്ലേ എന്നിന് അവളിങ്ങനെ ബോധമില്ലാതെ സംസാരിക്കുമ്പം അവരൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനേശം അപ്പൂപ്പനും അപ്പോ ഇവരുടെ കൂടെ ഒരുമിച്ചാണോ ടീം ഇന്ന് കഴിച്ചെന്ന് പറഞ്ഞ് അങ്ങേര് ചോദിക്കുമ്പം ടീം ലീഡറും ഇവരുടെ റിസർച്ച് സക്സസ് ആയതുകൊണ്ട് അതിന് ബോസ് ചെലവേദിയാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അപ്പൂപ്പന് സംശയം വരാതെ എങ്കിൽ പിന്നെ ഇത് ആദ്യമേ പറഞ്ഞാ പോരെ നീ ഇവരുടെ കൂടെ ഒക്കെ ഒരുമിച്ച് കഴിക്കാൻ വന്നെന്ന് എന്നിന് അവനെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അവൻ നേരെ ഹാരിയെ നോക്കിയിട്ട് അതെ നിനക്കങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ മിസ്സിൻ ഹാരി എന്തിനാ എത്ര വലിച്ചു നീട്ടിയ എന്നിന് അവളെ ചോദ്യം ചെയ്യുമ്പം അവളും ടെൻഷനായി അതെ അതെ ഞാൻ പറയണായിരുന്നു എന്നിന് അവരൊക്കെ ഇങ്ങനെ വെറുതെ ചിരിച്ചോണ്ടിരിക്കുമ്പം അവന്റെ അപ്പൂപ്പനും ഇവരൊക്കെ എന്തിനാ ചിരിക്കാന്ന് പറഞ്ഞ് അങ്ങേര് ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനേശ് ഹാരിയും എങ്കിൽ പിന്നെ അവളും പോകുമെന്ന് പറഞ്ഞ് നൈസിന് അവിടെ നിന്ന് പോകും. അതിനേശ് വീട്ടിലേക്ക് വന്നിട്ട് അപ്പൂപ്പനാണ് ഇവൻ ആരോ ഡേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതാരാന്ന് എന്തുകൊണ്ടാ പറയാത്തേന്ന് ചോദിക്കും. ഒരു ഇങ്ങേരോട് പറയാൻ പേടിയുണ്ടെങ്കിൽ അതെന്തിനാന്ന് പറഞ്ഞ് ഇവൻ ഗുംഹി ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അങ്ങേ സമ്മതിച്ചെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ആരായാലും കുഴപ്പമില്ലെന്ന് ഇവനോട് പറയുമ്പം അവനാണ് ഹാരിയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ പിന്നെ അവൾ ഗുംഹിയായിട്ട് പറ്റിച്ച കാര്യമൊക്കെ മനസ്സിലാവെന്ന് പറഞ്ഞ് അവന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞ് റൂമിലേക്ക് അങ്ങ് ചെല്ലും. അതിനേശ് അടുത്ത ദിവസം ഇവിടെ ഹാരിയുടെ അമ്മയച്ഛനും കൂടെ ഒരു മരണത്തിന് പോകുമ്പം അവരാണ് കിടന്നുറങ്ങിയിട്ട് നാളെ വരെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട അനിയനും പോകുന്നതിന് മുമ്പ് അമ്മ എനിക്ക് കുറച്ച് പൈസ ചെലവനെന്ന കൊള്ളായിരുന്നു എന്റെ ഫ്രണ്ട്സുമായിട്ട് എനിക്ക് കറങ്ങാൻ പോകണം എന്നിട്ട് അവൻ ചോദിക്കുമ്പം ഇവന്റെ അമ്മയാണ് പൈസയല്ലേ മോനെ എത്ര വേണ്ടേ എന്നിന് സ്നേഹത്തോടെ അടുത്തേക്ക് വന്നിട്ട് നിനക്കാരോടെ പൈസ തരാൻ മോനെന്ന് പറഞ്ഞ് അവനടിച്ച് പൊട്ടിക്കും. അതേസമയം ഹാരി രാവിലെ തന്നെ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയേക്കുക. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും പേടിച്ചിട്ട് എടി എനിക്കിനി വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും തോന്നില്ല എന്നിന് ഇവള് പേടിക്കുന്നുണ്ട്. ഹാരിയും അകത്തുള്ള ആ സാധനത്തിന് ഇവള് കൊന്നിട്ടരാന്നറിഞ്ഞ് നേരെ അകത്തേക്ക് എറിച്ചില്ലും. കാരണം വീണ്ടും ഒരു പാറ്റയെ കണ്ട് അവളുടെ കൂട്ടുകാരി പേടിച്ചിരിക്കുക. അങ്ങനെ അതുകൊണ്ട് അവളും ഈ തവണ ചെറുതല്ല നല്ല മുട്ട സാധനമെന്ന് പറഞ്ഞ് ഇവൾ കണ്ട പേടിക്കുകയും ചോദിക്കും. അപ്പോഴാണ് ഹാരിയും ഞാനുള്ളപ്പോ നീ പേടിക്കുന്നോ എല്ലാം പാറ്റയല്ലേ എന്നിന് ഇവൾ അടുത്തേക്ക് ചെന്ന് ആ പാറ്റയെ അങ്ങ് അടിച്ചു കൊല്ലും. അതിനേശ് കൂട്ടുകാരിയോട് ഈ പാറ്റയെ കണ്ടൊക്കെ എന്തിനാ പേടിക്കുന്നെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. കൂടാതെ നിന്റെ ബോയ്ഫ്രണ്ടിനോട് പറഞ്ഞ അവൻ ഹെൽപ്പ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ സന്തോഷത്തിലൊക്കെ പറയുമ്പം ഇത് കേട്ട് കൂട്ടുകാരിയും ദേഷ്യത്തി ബോയ്ഫ്രണ്ടോ ഞങ്ങൾ തമ്മിൽ ഉടക്കായി ഇപ്പം എന്നിന് അവൾ എല്ലാ കാര്യം എടുത്തു പറയുമ്പം കൂട്ടുകാരിക്ക് ടീമിനോടാണ് ഭയങ്കര ദേഷ്യം. അവനും സെക്രട്ടറി ഡേറ്റിന് പറഞ്ഞു വെച്ചതിന്. അങ്ങനെ അവന്റെ ബോസ് പറഞ്ഞാലും ഇവൻ ആ കാര്യം ഇവളുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചെന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള എല്ലാ കാര്യം ഇതോടെ അവസാനിച്ചെന്ന് പറയുമ്പം ഹാരിയാണ് അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടുത്താൻ നോക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പം കറക്റ്റ് അതേ സമയം കൺമുമ്പിൽ ടേമോ അവന്റെ സെക്രട്ടറിയും കൂടെ സ്റ്റോൺ പേപ്പർ സിസർ കളിച്ച് അവന്മാർ ആര് വണ്ടി ഓട്ടിക്കാൻ സെലക്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് കൂട്ടുകാരാണ് ദേഷ്യത്തി ഞാൻ അവനെ മൈൻഡ് ചെയ്ത് പോയിട്ട് അവനെ തിരിച്ച് വിളിച്ചിട്ട് പോലില്ല എന്നിട്ട് അവൻ അവന്റെ കൂടെ സ്റ്റോൺ പേപ്പർ സിസർ കളിക്കുന്നു. എന്നിട്ട് അവൾ അപ്പം തന്നെ ടാക്സി ഇടിച്ച് അവരെ ഫോളോ ചെയ്ത് പോകാന്ന് പറയുമ്പം ഹാരിക്ക് താല്പര്യമില്ലെങ്കിലും അവളുടെ കൂട്ടുകാരി ഫോഴ്സ് ചെയ്യുന്നുണ്ട് അവളുടെ കൂടെ പോകും. അപ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ അനാഥ ആശ്രമത്തിലേക്ക് പോയേക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ അവൻ അവന്റെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഹാരിയും ഇവന്റെ ഗേൾഫ്രണ്ടിനെയും കണ്ട ഉടനെ അവൻ അപ്പം തന്നെ അവളെ വിളിച്ച് ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അതിനുശേഷം യങ്ഷി ഇതാരാന്ന് പറഞ്ഞിരിക്കുമ്പം അവനവന്റെ അമ്മയെന്ന് പറഞ്ഞ് ഇവൾക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവസാനം ഇവർ രണ്ടിനും കൂടെ ഒറ്റയ്ക്ക് പോയി സംസാരിക്കും. അതിനുശേഷം യങ്സി അറിയാൻ വരുന്ന ഇന്നലെ ഇവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയാ അവൻ വിളിച്ചു വരുത്തിയെന്ന്. പക്ഷെ ഇവളാ കസിനായിട്ടുള്ള പ്രശ്നത്തിൽ ഇതൊന്നും അറിയാതെ പോയ. അങ്ങനെ അതുകൊണ്ട് അതിനൊക്കെ സോറി പറയുമ്പം അവരാണെ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് സേഹുവിന്റെ ഭാഗത്തും തെറ്റക്കൊണ്ടെന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും അവൻ നല്ല പയനാന്ന് പറഞ്ഞ് അവൻ ചില കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിൽ തന്നെ കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൻ സോറി വയ്ക്കാനാണെങ്കിലും അതിനൊക്കെ സമയം എടുക്കുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവന് തെറ്റിയിരിക്കില്ലെന്ന് പറയുമ്പം ഇവളിപ്പോ ഇവരോട് സംസാരിച്ച് അവനെ കുറിച്ച് കുറച്ച് നല്ലോണം കൂടെ മനസ്സിലാക്കും. അങ്ങനെ അതിനുശേഷം അവരും ഒരു ശവം ഇനി വല്ലതും ദേഷ്യപ്പെടുത്തുവാണ് ഇവരെ വിളിച്ചാൽ മതി ഇവളുടെ ഒരുമിച്ചിന്ന് സംസാരിക്കാന്നൊക്കെ പറയുമ്പം അവൾ കുറച്ച് ഹാപ്പിയായി. എങ്കിൽ പിന്നെ 1-2 പ്രാവശ്യം ഒന്നല്ല കുറെ പ്രാവശ്യം നമ്മൾ കാണേണ്ടി വരും എന്നിന് ഇവരിങ്ങനെ ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവളും ഇവരമ്മയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവന്റെ കൊച്ചിലെ ഫോട്ടോസ് ഇവൾക്ക് പറഞ്ഞ് കൊണ്ടുപോകാൻ തരുമെന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം സേഹുൻ തന്നെ ഈ സത്യം ഇവളോട് പറയായിരുന്നതിന് സോറി എന്ന് പറഞ്ഞ് അവനിപ്പോ ക്ഷമ ചോദിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ പാരന്റ്സിനെ കുറിച്ച് പറയുന്ന അവൾ പതിയെ വെയിറ്റ് ചെയ്തിരുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട്
അതുകൊണ്ട് സോറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളുടെ അച്ഛനമ്മയും ഡിവോഴ്സ് ആയതിനു ശേഷം ഇവൾ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് അറിയും. അങ്ങനെ അമ്മ ജർമ്മനി പോയതിനു ശേഷം ഇവൾക്കൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഇവനോട് പറയാത്ത കുറെ കാര്യങ്ങളുണ്ടെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് രണ്ടുപേരും കുറച്ചും കൂടെ ക്ലോസ് ആയതിനു ശേഷം ഇതൊക്കെ നമുക്ക് സംസാരിക്കാന്ന് അവളും പറഞ്ഞിട്ട് ഇത്ര നേരത്തെ തന്നെ ഇവനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാത്തതിന് സോറി ഒന്നും പറയേണ്ടെന്ന് അറിയും. അങ്ങനെ ഇവ സോറി പറയുവാണ്. ഇന്നലത്തെ ആ കാര്യത്തിനെ കുറിച്ച് മാത്രം ഇവൻ സംസാരിച്ച മതി എന്നറിഞ്ഞ് ഇവളങ്ങനെ പോയതിനു ശേഷം ഒരു മെസ്സേജെങ്കിലും ഇട്ടോന്ന് പറഞ്ഞ് അവള് ചോദിക്കും. അങ്ങനെ ഇപ്പൊ ഈ ഡ്രസ്സിലാണല്ലോ ഇവന്റെ അമ്മയൊന്ന് കണ്ടേന്നറിഞ്ഞ് അവള് നാണം കെട്ടൊക്കെ ഇരിക്കുമ്പം ഇവനാണ് ഈ ഡ്രസ്സിലായാലും നിന്നെ കാണാൻ കൊള്ളാന്നറിഞ്ഞ് അവൻ പറഞ്ഞ് അവളങ്ങ് വീഴ്ത്തും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഹാരിയും ഇവളുടെ കൂട്ടുകാരി ദേഷ്യത്തിലുള്ള കാരണം ഇവൻ അവന്റെ സെക്രട്ടറി ഡേറ്റിന് പറഞ്ഞയച്ചോണ്ടെന്നറിയും. അപ്പോഴാണ് ടീമും ജലസായി ഇതൊക്കെ ഇവൾക്ക് വേണ്ടി ചെയ്തതെന്ന് മറന്നുപോയും ചോദിക്കും. അങ്ങനെ ഇവൻ ഡേറ്റിന് പോകുമെന്നറിഞ്ഞ് ഇവളല്ലേ ഒത്തിരി വിഷമിച്ചെന്ന് പറയുമ്പം അവളാണ് പെട്ടെന്ന് അയ്യോ എനിക്ക് സങ്കടോ, നീ തെറ്റിരിച്ചെന്നാ തോന്നുന്നത്, നീ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് പുറേ നടന്നില്ലേ, അതുകൊണ്ട് എനിക്ക് നല്ല മനസ്സുള്ളതുകൊണ്ട് ഞാൻ അവസരം അങ്ങ് സമ്മതിക്കാന്ന് വിചാരിച്ച, അതാ നീ ഒരു ഡേറ്റിന് പോകുമെന്നറിഞ്ഞപ്പോ ഞാൻ നിന്നെ തടഞ്ഞിർത്താൻ നോക്കിയ എന്നിന് അവൾ പറയുമ്പം അവനാണ് അയ്യോ ഇതായിരുന്നു സത്യം, പറഞ്ഞു നന്നായി, എനിക്കറിയത്തില്ലായിരുന്നു. എന്നിന് അവനും ചിരിച്ചോണ്ട് പറയുമ്പം ഇവളാണ് എങ്കിൽ പിന്നെ ഇപ്പോഴെങ്കിലും സത്യം അറിഞ്ഞില്ല എന്നറിഞ്ഞ് അവനോട് തിരിച്ചു പറയുമ്പോൾ തന്നെ ഇവൻ അവളെ ഹഗ് ചെയ്ത് ഇവന്റെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്തതിന് അവൻ താങ്ക്സ് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൾ എപ്പോൾ തയ്യാറാണോ അപ്പോൾ രണ്ടുപേരും കൂടെ ഡേറ്റ് ചെയ്യുന്ന കാര്യം എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയാൻ പറയും. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാരും കൂടെ അവിടുത്തെ പിള്ളേരായിട്ട് കുറച്ച് സമയം ചിരിച്ചും കളിച്ചൊക്കെ സ്പെൻഡ് ചെയ്യും. അപ്പോഴാണ് ആ ഒരു ഗ്യാപ്പിൽ ആര്യയുടെ കൂട്ടുകാർ റിവെഞ്ച് എടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ടീമിനൊക്കെ പിടിച്ച് തള്ളിവിടും. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ റെസ്റ്റ് എടുക്കുമ്പോഴാണ് ആര്യക്കൊരു ഫോൺ കോൾ വരുന്ന ഇവളുടെ അനിയൻ കടയിൽ നിന്ന് പൈസ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന്. അങ്ങനെ അതിനുശേഷം ഇവരൊക്കെ നേരിട്ടെന്ന് അനിയനെ ഫോൺ വിളിച്ചു നോക്കുമ്പം അവനാണ് ഫോൺ എടുക്കത്തില്ല. ഇതേസമയം ടീമാണ് ആര്യയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോയെ കണ്ടിട്ട് അവനും ഇവളെ കാണാൻ ക്യൂട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവളാണ് ആ ഫോട്ടോസ് അങ്ങ് വാങ്ങിച്ചു വയ്ക്കും. അപ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരിയും ഇവൻ എന്നെ പോലെ ഒരേ ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ് അവൾ സെക്രട്ടറിയുടെ ഫോട്ടോ വാങ്ങിച്ചു വെച്ചേക്ക് ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് ഒരു ലേഡി അവിടേക്ക് വന്നിട്ട് അവർക്ക് നല്ല വിശപ്പാന്ന് പറഞ്ഞ് ഈ കട ഇപ്പോൾ ഓപ്പൺ ആണെന്ന് ചോദിക്കും. പക്ഷെ ഹാരിയുടെ അമ്മച്ചി വീട്ടിലാത്തോണ്ട് അവരെ കട അടച്ചിട്ടേക്കുക. അങ്ങനെ അതുകൊണ്ട് ഹാരിയും ഇവരെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുമ്പം അവരാണ് കുറെ കെഞ്ചിയൊക്കെ ഒരേ ഒരു ഫ്രൈഡ് ചിക്കൻ മതി എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ചോദിക്കുമ്പം ഹാരി അവരൊക്കെ തിരിഞ്ഞു നോക്കും. അപ്പോഴാണ് ടീമും ഒരാളല്ലേ ഉള്ളെന്ന് പറഞ്ഞ് അവനെ എല്ലാരും കൂടെ സമ്മതിക്കുമ്പം പെട്ടെന്ന് അടുത്ത സെക്കൻഡ് ഈ ലേഡിയാണ് ഡേ ഇതാ കട ഓപ്പൺ ചെയ്ത് എന്നിനെ പുറത്തിരുന്ന് ഒരു കൂട്ടത്തിനെ അങ്ങ് വിളിക്കും. അങ്ങനെ അതോടെ അവള് മേടിച്ച് അവരെ നോക്കുമ്പം ഇവരെല്ലാരും കൂടെ തീർന്ന് ഇത്രയും പേർക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നിനെ അവരെ കന്തം വിട്ട് അവസാനം എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതിനുശേഷം ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ഹാരി ടീമിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പം അവനാണിത് കഴിച്ചിട്ട് ഇതൊക്കെ കസ്റ്റമേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയല്ലേ ചോദിക്കും. അപ്പോഴാണ് അവളും ഇവർക്കും കൂടെ ചേർത്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇവനൊന്നും കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്ക് വന്ന അവളുടെ കൂട്ടുകാരിയും നിങ്ങൾ ഫുഡ് വെട്ടിവിരുങ്ങാതെ കസ്റ്റമേഴ്സ് ഒന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവരൊക്കെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകും. അങ്ങനെ അതിനുശേഷം വന്നവരൊക്കെ രാത്രിയായി തിരിച്ചു പോകുമ്പം കൂട്ടുകാർ വേസ്റ്റ് കളയാൻ പോകുന്നുണ്ട് ടൈം അതങ്ങ് വാങ്ങിച്ചു വയ്ക്കും. അങ്ങനെ അവനും ഇവനവരും സേഫിന് ഡേറ്റ് അയച്ച് തെറ്റാന്ന് പറഞ്ഞ് സോറി പറയുമ്പം അവളാണ് ഇവന്റെ സോറി അത്രയ്ക്ക് സിൻസിയർ ആയിട്ട് തോന്നുന്നില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അതൊന്ന് പോരെന്ന് പറയുമ്പം ഇവനും എങ്കിൽ പിന്നെ ഇവളുടെ ദേഷ്യം കുറയാണ് അവനൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇവളുടെ ബോയ് ഫ്രണ്ട് ഒരു വീഡിയോ എടുത്ത് അവൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ അതിനുശേഷം അവളാണ് സന്തോഷത്തി അതൊക്കെ ചിരിച്ചോണ്ടേ അകത്തേക്ക് കണ്ടോണ്ട് വരുമ്പം ഹാരി ഇവർ കഴിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വയ്ക്കും. അങ്ങനെ ആ സമയത്താണ് അവൾ അറിയാതെ ജ്യൂസ് ടൈമിന് ഡ്രസ്സ് ഫുൾ ആക്കുന്നത്. അങ്ങനെ അതിനുശേഷം അത് മാറ്റാൻ വേണ്ടി അവനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പം ഇവനാണ് ആദ്യമായിട്ട് ഇവളുടെ വീടിനകത്ത് ഇരുന്നത്. അതുകൊണ്ട് അവനെ കുറച്ച് എക്സൈറ്റ്മെന്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പം അവൾ അനിയന്റെ ഡ്രസ്സേ ഉള്ളെന്ന് പറഞ്ഞ് അത് അവന് ധരിക്കാൻ വേണ്ടി കൊടുക്കും. എന്നിട്ട് അവള് പോകാതെ ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അവന് ഡ്രസ്സ് മാറുന്ന കാണാനാണോ ഇവളോട് നിൽക്കുന്നതെന്ന് ചോദിക്കും. അതോടെ അവളുടെ ടെൻഷനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പം ഇവനാണ് കാണണേയും കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇവളുടെ ഫ്രണ്ട് വെച്ചെന്നെ ഊരാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവള് പേടിച്ചിട്ട് അല്ല ഞാൻ ചുമ്മാ നിന്നേ ഉള്ളു, നീ ആ റൂമിൽ ചെന്ന് മാറ്റിക്കോ എന്നിന് അവനെ പറഞ്ഞേക്കും. അതേസമയം തന്നെ ആര്യയുടെ അമ്മയച്ഛനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഇവിടെ കൂട്ടുകാരാണ് പേടിച്ചിട്ട് അങ്കിൾ എന്തോ നേരത്തെ എന്ന് പറഞ്ഞ് അവളുടെ അച്ഛനോട് ചോദിക്കും. അപ്പോഴാണ് അച്ഛനും കൂടെ സെക്രട്ടറിയെ കണ്ട് ഇതാരാൻ ചോദിക്കുമ്പം അവളും ബോയ് ഫ്രണ്ടാന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് ഇവരിങ്ങനെ സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ കൂട്ടുകാരി പേടിച്ചിട്ട് ആര്യക്ക് സീനാണല്ലോ എന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ അവളുടെ അമ്മയെ തടയാൻ വേണ്ടി പോകും. അപ്പോഴാണ് ടീമും ഇവളുടെ അനിയന് ഡ്രസ് ഇട്ടാ കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പം അവൾ അവനൊന്നും അറിയാൻ പോകുന്നില്ലെന്ന് അറിയാം. അങ്ങനെ ആ സമയത്താണ് കൂട്ടുകാർ പുറത്തിരുന്ന് ആന്റി നിങ്ങൾ എപ്പോഴാ വന്നേന്ന് പറഞ്ഞ് അവളൊന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ശബ്ദം കേട്ട് ഇവളാണ് പേടിച്ചിട്ട് ഇവളുടെ അമ്മ തിരിച്ചെന്ന് പറഞ്ഞ് അവരുടെ ഞെട്ടിപ്പോകും. അങ്ങനെ അതുകൊണ്ട് ഇവൻ എങ്ങോട്ടേക്ക് ആക്കണം എന്നറിയാതെ ഹാരിയാണ് പേടിച്ച് അവളുടെ റൂമിലേക്ക് അങ്ങ് പറഞ്ഞേക്കും. അപ്പോഴാണ് അവനും ഇവന്റെ ഷൂ പുറത്തിരിക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അത് പതുങ്ങി എടുത്തിട്ട് അവനെ അവളുടെ റൂമിലാക്കും. ഇതേസമയം കൂട്ടുകാരിയും അവളുടെ അമ്മ അകത്തേക്കാതെ സമ്മതിക്കാതെ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞ് കടയിലേക്ക് വിളിച്ചോണ്ട് പോകും. അതിനുശേഷം ഹാരിയുടെ റൂമിൽ പതുങ്ങിയിരിക്കുമ്പം ഇവിടെ അവളുടെ പാരന്റ്സ് എല്ലാവരും കൂടെ ചേർന്ന് യങ്സയുടെ ബോയ് ഫ്രണ്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവളും ഇവർക്കൊരു മകളാന്ന് പറഞ്ഞ് ആ കാര്യം പറഞ്ഞ് കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എങ്ങനെയൊക്കെ ഈ സംസാരം നിർത്തി ടൈമിനെ രക്ഷപ്പെടുത്തി വിളിച്ചോണ്ടോണെന്ന് അവരൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് പുറത്തു നിന്നിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഹാരിയുടെ അമ്മയും അച്ഛനും പറഞ്ഞു വിടാൻ നോക്കുമ്പം അവരെന്തേലും കൂടെ യങ്സയുടെ ബോയ് ഫ്രണ്ട് ആദ്യമായിട്ട് വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ക്ഷീണമില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുടിച്ചു അവസാനം ബോട്ടിൽ കാലിയാകുമ്പം ഹാരിയുടെ അച്ഛനും ഹാരിക്ക് അവാർഡ് കിട്ടിയപ്പോൾ
കുടിക്കാൻ ഒരു ഡ്രിങ്ക് കിട്ടില്ലെന്ന് പറഞ്ഞ് അതിപ്പോ അവളുടെ റൂമിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോകും. ഇതോടെ അവളാണ് പേടിച്ചിട്ട് അത് ഞാൻ ചെന്ന് എടുക്കാച്ചാന്ന് പറഞ്ഞ് അവളും പുറകെ ചെല്ലുമ്പോഴാണ് അതേസമയം ഇവരെല്ലാം പേടിച്ച് അവൻ പെട്ടെന്ന് അറിഞ്ഞിരിക്കും. പക്ഷെ അകത്തേ ചെന്ന് നോക്കുമ്പോൾ അവിടെ ടൈമുനെ കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഹാരിക്കൊന്നും മനസ്സിലാകാതിരിക്കുമ്പം ഇവളുടെ അച്ഛനും ആ ബോട്ടിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തിട്ടങ്ങ് പുറത്തേക്ക് ചെല്ലും. അതിനെ ഇവള് ഡോറ ക്ലോസ് ചെയ്തിട്ട് ടൈമു എന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോൾ അവനാണെങ്കിൽ സൈഡിൽ പതുങ്ങിയിരിക്കുക. അതുകൊണ്ട് അവൻ ജീവനെ കൈപിടിച്ചോണ്ട് എനിക്ക് ഇവിടെ നിന്ന് രക്ഷയില്ലെന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ ഇവളാണ് കുറച്ച് സമയം കൊണ്ട് പിടിച്ചിരിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവളും പതിയെ ജനാലിന്റെ അടുത്തേക്ക് വിളിച്ചോണ്ടിട്ട് ഇവിടെ നിന്ന് ചാടി പോകാൻ വല്ലതും പറ്റുമോ ചോദിക്കുമ്പോൾ അവനാണ് പേടിച്ചിട്ട് നിനക്ക് ഞാൻ മരിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമാണോ? ഇവിടെ നിന്ന് ചാടി ഞാൻ ചത്തുവും, ഞാനൊന്നും സ്പൈഡർമാൻ അല്ല എന്നിന് അവൾ പറയുമ്പോൾ അവൻ അത് ശരിയാന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛനമ്മ പോകുന്നവരെ ഇവനെ വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അവസാനം ഇവർക്കൊരു ചാൻസ് കിട്ടുമ്പോൾ ഹാരിയാണ് ഇവനെ പുറയെന്ന് അടിച്ചിട്ട് ഇപ്പൊ നമുക്ക് പോകാടാന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് പുറത്തേക്ക് വരും. അങ്ങനെ സെക്രട്ടറി അവളുടെ കൂട്ടുകാരും കൂടി ആയിരിക്കും ഇവനെ പുറത്തേക്ക് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഹാരിയും ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടെന്ന് അവനോട് ചിരിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവന്റെ ഫേസിലാണ് സന്തോഷം കാണത്തില്ല. കാരണം ഇവന്റെ സെക്രട്ടറിയെ പോലെ ഇവളുടെ വീട്ടിൽ ഇവനെയും പരിചയപ്പെടുത്താൻ അവൻ ആഗ്രഹിക്കുന്നെന്ന് പറയും. അതുകൊണ്ട് എപ്പോഴും ഈ സത്യമൊക്കെ എല്ലാവരും അറിയാമോ എന്ന് പറഞ്ഞ് അവനെ വിഷമിച്ചൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റ് അതേസമയം തന്നെ ഇവളുടെ അനിയൻ തിരിച്ച് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കും. അതോടെ അവള് പേടിച്ച് അവനെ കുനിഞ്ഞിരിക്കാൻ പറയും. അപ്പൊ അവളുടെ അനിയനും ഇവന്റെ കാറ് കണ്ടിട്ട് നമ്മളുടെ വീടിന്റെ അടുത്ത് ഇത്ര വലിയ കാറെന്ന് പറഞ്ഞ് അവനെ ചുറ്റിയൊക്കെ നോയിക്കൊണ്ടിരിക്കുമ്പം അവനെ ചുറ്റി തന്നെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അനിയനാണ് കാറിന്റെ വിൻഡോ വഴി അവ രണ്ടുപേരും കാണും. അങ്ങനെ അതോടെ അവന് ഷോക്കായി ഹാരി നിന്റെ കൂടെ ആരാന്ന് പറഞ്ഞ് അവന് ചോദിക്കുമ്പം ടൈമും ബോയ് ഫ്രണ്ടാന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വരും. പക്ഷെ ഹാരി അവനെ തടഞ്ഞു നിർത്തുമ്പം അനിയനാണ് അവന്റെ ഡ്രസ്സ് കണ്ടിട്ട് ഇതെന്റെ ടീഷർട്ട് അല്ലേ, അപ്പൊ ഇവനൊരു ദരിദ്രവാസിയാ, സ്വന്തമായിട്ട് തുണി പോലും ഇല്ലാത്തവനെ നീ എന്തിനാണ് ഡേറ്റ് ചെയ്യുന്നത് എന്നിട്ട് അവൻ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഹാരിയാണ് മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഇവളുടെ കമ്പനിയിലെ ബോസാന്ന് പറയും. അങ്ങനെ അതിനുശേഷം ടൈമും മുമ്പേ പരിചയപ്പെടുത്താത്തതിന് സോറി എന്ന് പറഞ്ഞിട്ട് അവളുടെ ബോസും ബോയ് ഫ്രണ്ടും അവനാന്ന് പറയും. അങ്ങനെ അതോടെ അനിയനാണ് സോറി ചോദിച്ചിട്ട് കുറെ പെമ്പിളരുള്ളപ്പോൾ അവന്റെ ചേച്ചി എന്തിനെ സെലക്ട് ചെയ്തെന്ന് ചോദിക്കും. ഒരേ ഷവളിലും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവനെ സെറ്റാക്കിയതാണെന്ന് ചോദിക്കുമ്പോൾ അവളാണ് നാണം കെടുത്തലെന്ന് പറഞ്ഞ് അവന് മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് ടൈമും ഇവൻ അവളുടെ പുറകെ നിന്ന് സെറ്റാക്കിയെന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ പറഞ്ഞ് അവളെ സന്തോഷിപ്പിക്കുമ്പോൾ തന്നെ അനിയൻ പെട്ടെന്ന് അളിയാന്ന് പറഞ്ഞങ്ങ് വിളിക്കും. ഇതോടെ അവന് സന്തോഷത്തി എന്നെ നീ അളിയാന്നാണ് വിളിച്ചത്, നിനക്ക് ചിലവന് ഞാൻ കുറച്ച് പൈസ അറിഞ്ഞല്ലേ, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ എന്നിട്ട് അവൻ കാർഡ് കൊടുക്കുമ്പം ഹാരിയാണ് അവനെ വഷളാക്കണ്ടെന്ന് പറഞ്ഞ് അവളതങ്ങ് വാങ്ങിച്ചേക്കും. അങ്ങനെ അതിനെ ശവം പോയതിനു ശേഷം ഇവൾ അനിയനോട് ഈ കാര്യം തൽക്കാലം വീട്ടിൽ നിന്ന് അറിയണ്ടെന്ന് പറയുമ്പം അവനാണ് ഇവൾക്ക് താല്പര്യമില്ല അവനും പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ ഡേറ്റ് ചെയ്യുന്ന കാര്യം അവന്റെ ഫാമിലിക്ക് അറിയാൻ ചോദിക്കും. കാരണം റിച്ച് ആയിട്ടുള്ള ഫാമിലിയുള്ള ആൾക്കാരൊന്നും നമ്മളെ പോലെ മിഡിൽ ക്ലാസ് ആയിട്ടൊന്നും ചേരത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ വീട്ടിൽ സമ്മതം അല്ലെങ്കിൽ ഇവൻ വേണേ ഒരു ഐഡലായിട്ട് മാറി ഇവൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി തരാൻ പറയും. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അതൊന്നും അത്ര ഈസി ആയിട്ടുള്ള പണിയല്ലെന്ന് പറഞ്ഞ് ചുമ്മാ സ്വപ്നം കാണാതെ വാ മോനെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് വീട്ടിൽ പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ സേഹുനും ജിമ്മി വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ യങ്സയാണ് ഇവന്റെ വീഡിയോ വീണ്ടും കണ്ട് ചിരിക്കുന്നുണ്ട്. ഇവൻ എന്ത് വീഡിയോ കണ്ട് ഇവൾ ചിരിക്കുന്നതെന്ന് അടുത്തേച്ച് നോക്കും. അപ്പോഴാണ് അളിയനെ അറിയാൻ വരുന്നത്. ഇവനും കുടിച്ചിട്ട് എന്നെ ബ്രേക്കപ്പ് ചെയ്യല്ലേ യങ്സെ എന്ന് പറഞ്ഞ് അവന്റെ വീട്ടിൽ നിലവിളിച്ച് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അത് കണ്ട് അവനാണ് ആ തട്ടിപ്പറിക്കാൻ നോക്കുമ്പം ഇവളും നിന്റെ ബോസ് എനിക്ക് തന്ന ഒരു വലിയ ഗിഫ്റ്റാണിത്, എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ട് എന്നിട്ട് അവൾ കളിയാക്കുമ്പം അവനാണ് നാണക്കേടൊന്ന് ആ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവരിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ദൂരെ ഇരുന്ന് ഇവളുടെ അച്ഛന്റെ ആൾക്കാർ ഫോട്ടോ എടുത്ത് അങ്ങേര് കാണിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അങ്ങേരും ദേഷ്യത്തിൽ ടൈമുനെ ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ അവന്റെ സെക്രട്ടറി ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇയാൾക്ക് നല്ല കലിപ്പായിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സമയക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.